ഹായ് നമസ്കാരം. ഞാൻ ലേഖ ശ്രീജിത്ത്. ഞാനൊരു പുതിയ യൂട്യൂബറാണ്. എൻ്റെ ചാനലിന്റെ പേര് ലേഖാസ് ഹോം ബോക്സ്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചിക്കൻ സോസേജും പൊട്ടറ്റോ കൊണ്ട് റോസ്റ്റാണ്. അപ്പോൾ നമുക്കൊന്ന് കാണാം. ഞാനിവിടെ ഒരു 8 ചിക്കൻ സോസേജ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ചെറിയ ഉരുളൻകിഴങ്ങ് നന്നായി കനം കുറച്ച് അരിഞ്ഞു വെച്ചത്, പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കുന്നതിനോടൊപ്പം പറയാം. അപ്പോൾ ഞാൻ സോസേജൊക്കെ നല്ല കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് സോസേജ് ഇടാം. പിന്നെ നമ്മുടെ പൊട്ടറ്റോയും കൂടി ചേർക്കാം. അതിലേക്ക് ഒരല്പം ഉപ്പ്, ഒരു 3/4 സ്പൂണോളം മുളക് പൊടി, കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്, ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ഒരു സ്പൂണ് സോയ സോസ്, രണ്ട് ചെറിയ സ്പൂൺ കോൺഫ്ലവറും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ചെറിയ സ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് വെക്കാം. ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഒരു കടായി വെച്ചിട്ട് അതിൽ 2 സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് പൊട്ടറ്റോയും സോസേജും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നോൺ സ്റ്റിക്ക് ആയ കാരണം അടിക്കൊന്നും പിടിക്കില്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഉരുളൻകിഴങ്ങും സോസേജൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. സോസേജൊക്കെ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ആ സെയിം കടായിൽ തന്നെ നമുക്ക് ഒരു സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി എരിഞ്ഞതും ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് ഒരു 4 പച്ചമുളക് എരിഞ്ഞത് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 സബോള കുത്തി എരിഞ്ഞത്, ഒരൽപ്പം വേപ്പില, ഇതൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂണോളം മുളക് പൊടി,
ഒരു അര സ്പൂണോളം ഗരം മസാല, ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാതും ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു അര ക്യാപ്സിക്കം അരിഞ്ഞത്, മല്ലിയില, അതേപോലെ തന്നെ ഒരു അല്പം പുതിനയിലയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സോസേജും ഉരുളൻകിഴങ്ങും കൂടി ചേർത്തത് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. അപ്പം നമ്മുടെ ചിക്കൻ സോസേജും പൊട്ടറ്റോയും കൊണ്ടുള്ള റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അതേപോലെ തന്നെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.